നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന നമ്മുടെ ഡി ഫ്രീ ഡിഷ് എന്ന സൗജന്യ പ്രസാർ ഭാരതിയുടെ സൗജന്യ ഡിജിറ്റൽ സർവീസിൽ മഴവിൽ മനോരമ വന്നിട്ടുണ്ട്. മഴവിൽ മനോരമ എന്ന മലയാളം ചാനൽ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അതൊന്ന് ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഡിഷ് ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. ഞാൻ മുകളിലത്തെ ഡിഷ് അയച്ചു. അതിന് ഫ്രണ്ട് ബാഗ്, അതായത് സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നിറച്ചും പായലും ചെളിയും കാരണം അവിടെ ഫെയ്ഡായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ഉരച്ച് കഴുകണം. അതേപോലെ തന്നെ ഈ സിഗ്നൽ റിസീവ് ചെയ്യുന്ന LMBയുടെ ആ ടോപ്പ്, അതായത് LMBയിലേക്ക് സിഗ്നൽ ചെല്ലുന്ന ഭാഗവും നല്ല വൃത്തിക്ക് തേച്ചുരച്ച് കഴുകണം എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് വൃത്തിക്ക് ചെയ്താൽ നമുക്ക് മാക്സിമം ഒരു 5% സിഗ്നൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള പെയിൻറ്റ് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ വൃത്തിക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ആ പായലൊക്കെ നല്ലോണം ഉരതി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കത് മുകളിൽ സെറ്റ് ചെയ്യാം. LMBയും ഞാൻ നല്ല വൃത്തി അതിൻ്റെ ടോപ്പിൻ്റെ ഭാഗവും പായൽ നീക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഓൾറെഡി ഡിഷ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അത് ഈ സെറ്റ് ഓഫ് ബോക്സിൽ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് നോക്കാം. സെറ്റ് ഓഫ് ബോക്സിൽ ടൈഗർ T3000 എന്നുള്ള മോഡലാണ്. സെയിലിനുള്ള ബോക്സുകളാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചാലും മതി. നിങ്ങൾക്ക് സെറ്റ് ഓഫ് ബോക്സുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ട് എങ്കിലും. അപ്പോൾ ആൻറ്റിന സെറ്റിങ്സിലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മുടെ സെറ്റിങ്സിൽ സെറ്റ് ഓഫ് ബോക്സ് സെറ്റിങ്സിൽ ആൻറ്റിന സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ തുടക്കം തന്നെ സാറ്റലൈറ്റ് ചോദിക്കും. ഇത് 93.5 ഡിഗ്രിയിലുള്ളതാണ് ഈ സാറ്റലൈറ്റ് വരുന്നത്. അതിന് ശേഷം നമുക്ക് LNB ഫ്രീക്വൻസി സെറ്റ് ചെയ്യണം. LNB ഫ്രീക്വൻസി 9750/10600 വരുന്നത്. അതേപോലെ തന്നെ ഡൈസിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡൈസിക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ LNB പവറിൻ്റെ താഴത്ത് കാണാം ഈ ഡൈസിക്ക് 1.0 എന്നുള്ളത്, അവിടെ ഓഫ് ചെയ്തിട്ടാൽ മതി. ഞാൻ ഡൈസിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഡൈസിക്ക് പോർട്ട് 2 കൊടുത്തു മാത്രം. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കീപ്പ് കസ്റ്റം നെയിം ഓൺ ചെയ്തു. അതേപോലെ സ്കാനിങ് മോഡ് FTA ചാനൽ, നമുക്ക് FTA ചാനൽ മാത്രമാണ് ഈ ഡയറക്റ്റ് പ്ലസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് FTA ചാനൽ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ ചാനൽ സ്ക്രാമ്പിൾഡ് ചാനലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ബ്ലൈൻഡ് സ്കാൻ ചെയ്തു. ബ്ലൈൻഡ് സ്കാൻ എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. ബ്ലൈൻഡ് സ്കാൻ ആകുമ്പോൾ കംപ്ലീറ്റ് TPകളും പുതിയ TPകളും പഴയ TPകളും ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് വരും. അതുകൊണ്ടാണ് ബ്ലൈൻഡ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മാനുവൽ സെർച്ചിൽ നമുക്ക് സാധാ സെർച്ച് ഉണ്ടായി കൊടുത്താൽ മതി. അപ്പോൾ ബ്ലൈൻഡ് അടിക്കുമ്പോൾ ഇതേപോലെ ആദ്യം ട്രാൻസ്പോണ്ടർ TPകൾ സ്കാനിങ് ആവും. അതിനുശേഷം ആ ട്രാൻസ്പോണ്ടറിലുള്ള ചാനലുകൾ സ്കാനിങ് ആവും. അപ്പോൾ നമുക്ക് ടോട്ടൽ TP എത്ര, ടോട്ടൽ ചാനൽ എത്ര എന്നുള്ള വ്യക്തമായ കണക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ഫ്രീ ടു എയർ മാത്രമായതുകൊണ്ട് ബ്ലൈൻഡ് അടിക്കുന്നത് FTA ചാനൽസിൽ മാത്രമാണ്. ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ മുമ്പത്തെ വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി നിങ്ങൾക്ക് വിശദമായിട്ട് കാണാനും പഠിക്കാനൊക്കെ പറ്റും. നിങ്ങൾ ഒരു എല്ലാ പ്രാവശ്യം ആവർത്തിക്കേണ്ടത് വെച്ചിട്ടാണ് ഇതെല്ലാം വിശദമായിട്ട് പറയാത്തത്. അപ്പോൾ മുമ്പുള്ള വീഡിയോസുകൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി എടുത്ത് വെച്ച് കാണുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചാനലുകളിലൂടെ ടൂണായിട്ട് വരുന്നുണ്ട്. 173 ചാനൽ ഇപ്പോൾ ടോട്ടൽ ടൂൺ. ആദ്യം TP ടൂൺ ആയതിനു ശേഷം ഇപ്പോൾ ചാനലുകൾ ആ TPയിലുള്ള ചാനലുകളാണ് ടൂൺ ആകുന്നത്. താഴെ അതിൻ്റെ ഫ്രീക്വൻസിയും കാണിക്കുന്നുണ്ട്. ഇൻസാറ്റ് 3A/4B എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻസാറ്റ് മാറി പുതിയ സാറ്റലൈറ്റാണ് ആ സ്ഥാനത്തുള്ളത്. എന്നാലും നമുക്ക് 93.5 ഡിഗ്രിയിൽ തന്നെയാണ് ആ സാറ്റലൈറ്റുകളെല്ലാം തുടരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചാനലുകൾ ഓരോന്നായിട്ട് ട്യൂൺ ആകുന്നുണ്ട്. DD ഫ്രീ ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൺ ഡയറക്റ്റ് അതേപോലെ ഡിഷ് TV പോലെയുള്ള ഒരു കമ്പനി തന്നെയാണ് DD ഫ്രീ ഡിഷ്. അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള കമ്പനി ആയതുകൊണ്ട് അതിനകത്തുള്ള ചാനലുകൾ ഒക്കെ സൗജന്യമായി, നമുക്ക് ₹1 പോലും മാസവാടക കൊടുക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തുള്ള ചാനൽ മഴവിൽ മനോരമ നമ്മുടെ മലയാളത്തിലെ ആകെപ്പാടെ, ശരിക്കും നമ്മുടെ മലയാള ഭാഷയോട് അവർക്ക് എന്തോ ഒരു എതിർപ്പുള്ളതുപോലെ നമ്മുടെ ഭാഷകളിലുള്ള ചാനലുകളൊന്നും അതിനകത്തില്ല. ആകെയുള്ള DD മലയാളം മാത്രമായിരുന്നു. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് മഴവിൽ മനോരമ അതിൽ വന്നിട്ടുണ്ട്. ഈ മഴവിൽ മനോരമ എന്ന ചാനൽ ഏകദേശം മാർച്ച് 31 വരെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ചിലപ്പോൾ മഴവിൽ മനോരമ അവർ കണ്ടിന്യൂ ആയിട്ട് തുടരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ മലയാളം അമൃത പോലെയുള്ള മലയാളം ചാനലുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് പ്ലസിൻ്റെ ഈ ഒരു DD ഫ്രീ ഡിഷിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. മഴവിൽ മനോരമ, അമൃത, കൈരളി പോലെയുള്ള ചാനലുകളൊക്കെ ചാൻസുകൾ കാണുന്നുണ്ട്. കൂടുതലായി നമ്മൾ ഗവൺമെൻറ്, സൗത്ത് ഇന്ത്യൻ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് അതിനായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഇൻ കേസ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മലയാളം ചാനലുകൾ ലഭിക്കും. 1-2 ന്യൂസ് ചാനലുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൗജന്യമായി നമുക്ക് ഒരുപിടി നല്ല ചാനലുകൾ, അത്യാവശ്യത്തിനുള്ള ചാനലുകളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തും. കാരണം ഹിന്ദി ഭാഷയിലുള്ള ഒരുപാട് ചാനലുകൾ ഇതിനകത്ത് ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനകത്ത് നിലവിൽ നമുക്ക് ഉപകാരപ്പെട്ട ചാനലുകൾ എന്നാണ് DD സ്പോർട്സ്. DD സ്പോർട്സ് ഇതിനകത്തുള്ള DD ഫ്രീ ഡിഷിലുള്ള DD സ്പോർട്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാവിധ ഇന്ത്യൻ്റെ മാച്ചുകളും അതിനകത്ത് ഫ്രീ ആയിട്ട് കാണിക്കും. ഏത് ക്രിക്കറ്റ് മാച്ചുകളൊക്കെ നമുക്ക് നല്ല HD ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ചാനലുകളിലൊക്കെ ഫ്രീക്വൻസി താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് മലയാള മനോരമ എന്ന ചാനൽ. അതിൻ്റെ ഫ്രീക്വൻസി താഴെ അതിന് താഴെ
നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോ തന്നെ. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഫ്രീക്വൻസി അതാണ് മലയാള മനോരമയുടെ ഫ്രീക്വൻസി. പിന്നെ അതുപോലെ തന്നെ DD ഫ്രീക്വൻസിൻ്റെ എംബ്ലം ഈ കാണുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ ഈ DD സ്പോർട്സ് എന്ന നല്ലൊരു ചാനൽ ഇതിനകത്തുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ വിക്ടേഴ്സ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകരുന്ന ഒരു ചാനലാണ് വിക്ടേഴ്സ്, DD നമ്മുടെ കേരള സർക്കാരിൻ്റെ. അപ്പോൾ വിക്ടേഴ്സ് ചാനലും ഇതിനകത്ത് അവൈലബിൾ ആണ്, ഈ DD ഫ്രീ ഡിഷിൽ അവൈലബിൾ ആണ്. അതപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചാനലാണ്. അതേപോലെ തന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ DD മലയാളം എന്ന് പറഞ്ഞ ചാനൽ. അതും മലയാളത്തിലുള്ള ദൂരദർശൻ്റെ ചാനലാണ് DD മലയാളം. ആ ചാനലും അപ്പോൾ അതിൻ്റെ കൂടുതലേക്കാണ് ഇപ്പോൾ മഴവിൽ മനോരമ ഉദയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഴവിൽ മനോരമ കണ്ടിന്യൂ ചെയ്യട്ടെ, കൂടുതൽ മലയാളം ചാനലുകൾ DD ഫ്രീ ഡിഷിൽ വരട്ടെ എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ആയിരുന്നെങ്കിൽ മലയാളികൾക്ക് ഒരുപിടി നല്ല ചാനലുകൾ 10 പൈസ മുടക്കില്ലാതെ, ശരിക്കും മറ്റുള്ള DTH കമ്പനികൾക്ക് അവർക്ക് ഇതൊരു അടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരം ചാനലുകളൊന്നും ഈ ഫ്രീ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ഫ്രീക്വൻസികൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഫ്രീക്വൻസിയാണ് നിങ്ങൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മീറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് വെച്ച് ട്യൂൺ ചെയ്യുന്നവരാണെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സിൽ ട്യൂൺ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് HD ചാനൽ, SD ചാനൽ ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മലയാളം ഈ വാർത്തകൾക്കും മറ്റേ FM സ്റ്റേഷനും ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ FM സ്റ്റേഷനുകൾ, ആകാശവാണിയുടെ FM സ്റ്റേഷൻ, അതായത് മലയാളം FM വാർത്തകളൊക്കെ ഇതിനകത്ത് നല്ല രസകരമായ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന വാർത്തകളൊക്കെ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വേറെ ചിന്തയായിട്ടും എത്താം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.